ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. നമുക്ക് ഇന്ന് ഒരു മാംഗോ ലസ്സി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇപ്പോൾ മാങ്ങയൊക്കെ ഇഷ്ടംപോലെ കിട്ടുന്നൊരു സുലഭമായി കിട്ടുന്നൊരു സമയമാണല്ലോ. അപ്പോൾ മാങ്ങ നമുക്ക് ലസ്സി ഉണ്ടാക്കി കഴിക്കുകയാണെങ്കിൽ ചൂടിനും ദാഹത്തിനും ഒക്കെ വളരെ നല്ലതാണ്. അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട, പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കിയിട്ട് കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നമുക്കതിന് വേണ്ടിയിട്ട് 2 മാങ്ങ തോലൊക്കെ ചെത്തി വൃത്തിയാക്കി കഷ്ണങ്ങളാക്കി എടുക്കാം. ഈ ലസ്സി തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 1/4 കപ്പ് തൈര് എടുത്തിട്ടുണ്ട്. അധികം പുളിയില്ലാത്ത ടൈപ്പ് തൈരാണ് എടുക്കേണ്ടത്. പിന്നെ കുറച്ച് ഐസ് ക്യൂബ്സ് എടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു 1/4 കപ്പ് പഞ്ചസാര. അതിപ്പോൾ നമുക്ക് മധുരം എത്രയാണ് വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് എടുക്കാം. കുറച്ച് ഏലക്ക ചതച്ചെടുത്തിട്ടുണ്ട്. ഏലക്കയുടെ പൊടി എടുത്താലും മതി. ഇതും കൂടി ചേർത്തിട്ട് ഇതിൻ്റെ ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ ഇത് ചേർത്താൽ മതി. അതും കൂടി ചേർത്തിട്ട് നമുക്ക് ലസ്സി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ആദ്യം നമുക്ക് ഈ തോല് കളഞ്ഞെടുത്ത മാങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ആവശ്യത്തിനുള്ള പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് അടിച്ചെടുക്കാം. ഇതിവിടെ നമ്മൾ നല്ല പൾപ്പാക്കിയിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കിനി ഐസ് ക്യൂബ്സ് ചേർത്ത് കൊടുക്കാം. വെള്ളം ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് വെള്ളം വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. പിന്നെ ഈ തൈരും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു നുള്ള് ഏലക്ക കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് അടിച്ചെടുക്കാം. വെള്ളം വേണമെങ്കിൽ കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. ഈ ലസ്സി ഇവിടെ ഞാൻ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. 2 മാങ്ങയാണ് ഞാൻ ഈ ലസ്സി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് 2 ഗ്ലാസ് ലസ്സി ഇവിടെ കിട്ടിയിട്ടുണ്ട്. വളരെ ടേസ്റ്റിയാണ്. കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടും. അതുപോലെ വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് തന്നെ ഇത് തയ്യാറാക്കിയെടുക്കാനും പറ്റും. ഇതിന് മുകളിൽ നമുക്ക് വേണമെങ്കിൽ കുറച്ച് നട്ട്സ് ഇട്ട് കൊടുക്കാവുന്നതാണ്.